നമസ്കാരം, ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് കാട റോസ്റ്റാണ്. നമ്മളിന്ന് കാട റോസ്റ്റിന് വേണ്ടിയിട്ട് 4 കാടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. കാട റോസ്റ്റിലേക്കായി നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ റൈസ് പൗഡർ അരിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്, 1 മുട്ട. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു 2 ലൈമിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാട എല്ലാം മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാട റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് റോസ്റ്റ് മസാല തയ്യാറാക്കാം. ഒരു 2 തവി വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 15 തുടം വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക്, ഒരു 4 ഉണക്കമുളക് നമ്മൾ കട്ട് ചെയ്തതും, 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 സവോള ചെറുതായി നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെസ്റ്റിന് വെച്ച കാട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാട പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. റോസ്റ്റിനുള്ള സവോള ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് വീടുകളിൽ പെട്ടെന്ന് ലഭ്യമല്ലാത്ത അവസ്ഥയിൽ നമുക്ക് തക്കാളി 4ആയിട്ട് കട്ട് ചെയ്ത് വേവിച്ചെടുത്ത് മിക്സിയിൽ അരച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്.
നമ്മുടെ കാട റോസ്റ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ഒരു അല്പം കുറവ് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഒരു അല്പം ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മുടെ റോസ്റ്റിൻ്റെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലേവറുകളെല്ലാം ഒന്ന് സെറ്റായി വരുന്നതിനും ഒന്നുകൂടി സവോളയും ഇതെല്ലാം ഒന്ന് സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രുചിക്കും കൂടി നമുക്കൊരു അല്പം തേങ്ങാപ്പാൽ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കുറിയ തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത കാട ചേർത്ത് കൊടുക്കാം. നമ്മുടെ റോസ്റ്റ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാട ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് തീ ഒരല്പം കുറയ്ക്കാം. നമ്മുടെ കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളിന്ന് തയ്യാറാക്കിയ കാട റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം. ബൈ.